BMC പ്രസൻസ് ഗ്ലോറിയ 2024 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് സെന്റ് പീറ്റേഴ്സ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ വികാരി ഫാദർ ജോൺസനാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ക്രിസ്മസ് കൂടി സമാഗതമാവുകയാണ്. ഡിസംബർ മാസത്തിലെ നേരിയ ഈ തണുപ്പുള്ള ദിനങ്ങളിൽ എപ്പോഴും ചിന്തയിലേക്ക് വരുന്നത് പഴയകാല ക്രിസ്മസിൻ്റെ സ്മരണകളാണ്. നല്ല ചിന്തകളും നല്ല ക്രമീകരണങ്ങളുമൊക്കെ ഉള്ളതായ ചില നല്ല തിരിച്ചു കിട്ടാത്ത നല്ല നാളുകൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്: ഇന്നിൻ്റെ നന്മകളിലേക്ക് ക്രിസ്തുവില്ലാതെ ഒരു ജീവിതമേ ഇല്ല എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും താങ്ങായും തണലായും ലോകത്തിനു വേണ്ടി ജാതം ചെയ്ത ക്രിസ്തു, ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഉൾപ്പെട്ട് അന്ധകാരത്തിൽ ജീവിച്ചിരുന്നവർക്ക് പ്രകാശമായവൻ, തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരം ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾ പോക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ പാർത്ത ദൈവവും മനുഷ്യനുമായവൻ. ഇതാണ് ക്രിസ്തു ലോകത്തിന് നൽകുന്ന സന്ദേശം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എല്ലാവരെയും, ലോകത്തിലെ മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനാണ് ക്രിസ്തു ശ്രമിച്ചത്. വിഭാഗങ്ങളും ജാതികളും ഒക്കെ പിന്നീട് മനുഷ്യരാൽ നിർമ്മിതമായതാണ്. എന്നാൽ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ വേദനകളും ആകുലതകളും പ്രയാസങ്ങളുമൊക്കെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് അനുഗ്രഹമായി ഭവിക്കുവാനിടയാകട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. വളരെ ചുരുങ്ങിയ നാളുകളാണ് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ലഭിക്കുന്നത്. ആ ചെറിയ ജീവിതം നമുക്ക് അനുഗ്രഹകരമാക്കി മാറ്റണം. ഈ ചെറിയ ജീവിതം ആനന്ദകരമായി മാറ്റണം. ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയണം. ഒരു മനുഷ്യൻ എല്ലാം നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമാണ് ലഭിക്കുക? ഈ ക്രിസ്മസിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ആൽഫയും ഒമേഗയുമായവൻ, ഈ ലോകത്തെ തൻ്റെ വിരൽ കൊണ്ട് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവൻ, അത്യുന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ വസിച്ചപ്പോൾ, എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടൊഴിഞ്ഞവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ലഭിച്ചത് ഗോശാലയാണ്. അവിടെയാണ് ക്രിസ്തു ജാതം ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളുകളിൽ ഈ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഓരോ മനുഷ്യൻ്റെയും ഹൃദയങ്ങൾ പുൽക്കൂടുകളാകണം. ക്രിസ്തു നമ്മളുടെ ഹൃദയങ്ങളിൽ ജനിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ
അപ്പോസ്തോലന്മാരായി മാറുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് സന്ദേശം നൽകിയ സെന്റ് പീറ്റേഴ്സ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ വികാരി ഫാദർ ജോൺ ജോൺസിന് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മറ്റൊരു അതിഥിയുമായി മറ്റൊരു സന്ദേശവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പൊളിക്കൻ.